ആപ്കി അദാലത്തിൽ JDUവിന്റെ നേതാവ് നിതീഷ് കുമാറിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതാണ്. നിതീഷ് സാർ, താങ്കൾ പല വർഷങ്ങളായി ലാലുവിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തുന്ന വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിനെതിരായി താങ്കൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പിന്നെ ആ അഴിമതിയിൽ തന്നെ ലാലുവിനോടൊപ്പം കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാണ് ജഗന്നാഥ് മിശ്ര. അദ്ദേഹം ഇപ്പൊ താങ്കളുടെ പാർട്ടിയിലാണ്. അദ്ദേഹം എല്ലാവരെക്കാളും ഉയർന്ന പദവിയിലാണുള്ളത്. അദ്ദേഹത്തെ ആരും ഡിപ്രോവ് ചെയ്തില്ലല്ലോ. അദ്ദേഹം സെൻട്രൽ മിനിസ്റ്റർ വരെയായി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങനെയൊന്നും നടന്നിട്ടേയില്ല. ഒരു ചാർജ് ഷീറ്റഡ് വ്യക്തി, ഇങ്ങനെയൊരു സമയത്ത് ചാർജ് ഷീറ്റഡ് വ്യക്തി സെൻട്രൽ മിനിസ്റ്റർ ആയിരുന്നിട്ടില്ല. അദ്ദേഹമായി. എന്നിട്ട് മറുഭാഗത്ത് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? ആ കുറ്റാരോപണത്തിൽ 2 കുറ്റം ആരോപിക്കപ്പെട്ടവരുണ്ട്. ഒരാളോട് താങ്കൾ കസേരയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു, മറ്റൊരാൾക്ക് വേണ്ടി താങ്കൾ ക്യാമ്പയിൻ ചെയ്യുന്നു, മറ്റൊരാളെ താങ്കൾ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ല, എപ്പോഴും ആരുടെ പേരിൽ എന്ത് കുറ്റാരോപണം ഉള്ളതെന്നറിയില്ല. കുറ്റമാരോപിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് കണ്ടാൽ തന്നെ ഈ കാര്യത്തിൽ കാര്യം മനസ്സിലാവും. അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് ആരോപണമാണ്, ലാലു പ്രസാദിന്റെ പേരിൽ എന്ത് ആരോപണമാണ്, അത് കോടതിയിലാണ്. കോടതി തീരുമാനിക്കും. ഇതിൽ ഞങ്ങൾക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ല, സഹായിക്കാനുള്ള മനസ്സുമില്ല. താങ്കൾ എപ്പോഴും ലാലുവിനെതിരായിട്ട് കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തിൽ കുറ്റവാളികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അദ്ദേഹം കുറ്റവാളികൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു എന്ന്. പിന്നെ താങ്കൾക്ക് സന്ദർഭം കിട്ടിയപ്പോൾ താങ്കളും കുറ്റവാളികളെ സംരക്ഷിച്ചില്ലേ? അതായത് ലാലു പ്രസാദ് യാദവിന്റെ ഭരണം ഏത് രീതിയിലാണോ, നിങ്ങളത് നന്നായി ശ്രദ്ധിക്കണം. താങ്കൾ കുറച്ചുനാൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ താങ്കൾക്ക് സപ്പോർട്ട് ആവശ്യമുള്ളപ്പോൾ താങ്കളും ഇതുപോലുള്ളവരുടെ സപ്പോർട്ട് ചോദിച്ചിരുന്നു. ജയിലിലുള്ളവരുടെയും അതുപോലെ കുറ്റം ആരോപിക്കപ്പെട്ടവരുടെയും സപ്പോർട്ട്. ഇതിനുള്ള മറുപടി ഞാൻ മുമ്പേ അവിടെ പറഞ്ഞതാണല്ലോ. സർക്കാരുണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. 7 MLA-മാരുണ്ടായിരുന്നു പ്രതിപക്ഷത്ത്. അവരുടെ സപ്പോർട്ടും കിട്ടിയിരുന്നു. എല്ലാ പാർട്ടിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ചില സംഘടനകളിലുള്ളവർ, അവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ആ സമയത്ത് നിയമസഭാംഗങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്നുവെച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾ കോംപ്രമൈസ് ആകില്ല, ഒരിക്കലും ആകുകയുമില്ല. ഇത് തെറ്റാണെങ്കിൽ എല്ലാരും കൂടി തീരുമാനിച്ചെടുത്തൊരു കാര്യമാണിത്. ഇത് ഞാൻ ഒരു തീരുമാനം. ഷിബു സോറൻ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് 2000-ൽ വന്നതാണ്. ഞാൻ തീഹാർ ജയിലിലുള്ള സമയത്ത് താങ്കൾ എന്നെ ചീപ്പായിട്ട് കണ്ടു. പക്ഷെ ഇന്ന് ഞാൻ ചീപ്പല്ലേ? എന്താ ഇങ്ങനെയൊക്കെ? ഷിബു സോറൻ നിതീഷ് കുമാറിനോട് ഈ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അല്ല, ഷിബു സോറന്റെ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു. താങ്കൾ സപ്പോർട്ടിന് വേണ്ടി MLA-മാരെ വെച്ച് ജയിലിൽ വരെ സപ്പോർട്ടിന് പോയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും പോയിട്ടില്ല. താങ്കൾ ആൾക്കാരെ അയച്ചിരുന്നു? ഒരിക്കലുമില്ല, ആരെയും അയച്ചിട്ടില്ല. കാരണം ഈ ചോദ്യം ഒരു പാർട്ടിയുടെ ഭരണത്തെക്കുറിച്ചല്ല, ഇതൊരു സഖ്യമാണ്, എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ശരി, ഒരു കാര്യം പറയൂ. ജനങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ സർക്കാർ രൂപീകരിക്കണമെന്നായിരുന്നു. എങ്ങനെയാണ് എന്നെ നേതാവായി തിരഞ്ഞെടുത്തത്? എന്റെ പേരിലും കുറ്റാരോപണം ഉണ്ടല്ലോ. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സർക്കാർ രൂപീകരിച്ചേനെ. ഞാൻ 7 ദിവസം ക്ഷമയോടെ ഇരുന്നു. പക്ഷേ താങ്കളൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും അവസാനം ജയിച്ചില്ലല്ലോ. ഇല്ല, എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും തകർത്തിട്ടില്ല, ചേർത്ത് വെക്കുകയാണ് ചെയ്തത്. നിതീഷ് സാർ, താങ്കളെക്കുറിച്ച് ജനങ്ങളുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ താങ്കൾ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ നിതീഷ് കുമാർ തീർച്ചയായും ആരുടെ പേരിലൊക്കെ ക്രിമിനൽ കേസുകളുണ്ടോ അവരെ ഒരിക്കലും സഹായിക്കില്ലെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം സന്ദർഭം കിട്ടിയിട്ടും താങ്കൾ തെറ്റെന്ന് തെളിയിച്ചില്ലേ? അതെല്ലാവരും ചേർന്ന് ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെയൊക്കെ നടക്കണമെന്ന്. ഒരാളെ ലീഡറാക്കിയിരിക്കുന്നത് തന്നെ എല്ലാവരും ചേർന്നാണല്ലോ. എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു. ഇതെന്റെ തനിച്ചുള്ളൊരു തീരുമാനമല്ല. ഇപ്പോൾ താങ്കളോടൊപ്പം എങ്ങനെയുള്ള വ്യക്തികളാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിലൊരാളാണ് നാഗാ സിംഗ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് താങ്കൾക്ക് ലഭിക്കുന്നു. ഇല്ല, ഇത് തെറ്റാണ്. എന്റെ മേൽ ഒരുപാട് കുറ്റങ്ങൾ ആരോപിക്കുന്നുണ്ട്. സൂരജ് ബാൻ എന്നെ പിന്തുണയ്ക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. എനിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചയാളാണ്. പിന്നെ ലാലു, അദ്ദേഹം രാംവിലാസ് പസ്വാന്റെ പാർട്ടിയിലുണ്ടായിരുന്നു. ലാലു അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പോയിരുന്നു. ഇപ്പം മറ്റൊരു കാര്യം ഞാൻ താങ്കളോട് പറയാം. ഏപ്രിൽ 2004 പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബീഹാറിലെ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ ഒരു ഫോട്ടോ വന്നിരുന്നു അനന്ത് സിംഗിന്റെ. അദ്ദേഹത്തെ ഭൂമിയാർ കാസ്റ്റിലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. അവിടുത്തെ ഡോണാണ്. പിന്നെ ആ ഫോട്ടോയിൽ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റിൽ താങ്കൾ കൈ കെട്ടിക്കൊണ്ട് നിൽക്കുന്നു. ഇത് കൊള്ളാമല്ലോ. ഒരാൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് നമസ്കാരം പറയണ്ടേ? അദ്ദേഹം കൈകൂപ്പിയത് കാണിക്കാതെ എന്റെ മാത്രം കാണിച്ചാൽ എങ്ങനെയാ? ഇത് നിങ്ങളുടെ ട്രിക്കാണ് സാർ, നിങ്ങളുടെ ട്രിക്കാണിത്. ഇതൊക്കെ ഒരു കാര്യമാണോ?
ഒരാൾ നമസ്കാരം പറഞ്ഞാൽ നമ്മൾ തിരിച്ചതുപോലെ നമസ്കാരം പറയണ്ടേ? അവരുടെ നമസ്കാരം കട്ട് ചെയ്തിട്ട് എന്റെ നമസ്കാരം മാത്രം കാണിച്ചാലും അതാണ് നടന്നത്. അതായത് സോണിയാജിയുടെ പേരക്കുട്ടി മൻമോഹൻ സിംഗിനോട് നമസ്കാരം പറയുന്നു. അദ്ദേഹം ചെറിയ കുട്ടിയോട് നമസ്കാരം പറയുകയാണോ? അനുഗ്രഹിക്കുകയാണ്. നിതീഷ് സാർ, അതേ ആനന്ദ് സിംഗ് താങ്കളെ സിംഗിനോടൊപ്പമാണ് താരതമ്യപ്പെടുത്തിയത്. നോക്കൂ, ഇതൊക്കെ വെറുതെ നേരം പോക്കിന് സംസാരിക്കാൻ കൊള്ളാം, അത്രേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിതീഷ് സാർ, റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യത്തിനെ കുറിച്ച് പറയാം. അതായത് ആനന്ദ് മോഹൻ സിംഗ്, പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളി എല്ലാവരും രാംവിലാസ് പാസ്വാനൊപ്പം ഉള്ളവരായിരുന്നു. അദ്ദേഹത്തെ താങ്കളുടെ പാർട്ടി അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. ബീഹാർ ഇലക്ഷന്റെ സമയത്ത് താങ്കളുടെ പാർട്ടിയിൽ വന്ന് താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് ആനന്ദ് മോഹൻ അവർകൾ, അദ്ദേഹത്തിന്റെ പാർട്ടി ബീഹാർ പീപ്പിൾസ് പാർട്ടി, അദ്ദേഹം സമതാ പാർട്ടിയുമായിട്ട് സഖ്യത്തിലായിരുന്നു. പിന്നീട് അതിൽ നിന്നും പുറത്തു വന്നു. അതിനുശേഷമാണ് ജനതാദൾ അദ്ദേഹത്തോട് പോയി സംസാരിച്ചത്. ഇതാണ് സത്യം. ഇവരെങ്ങനെയുള്ള വ്യക്തികളാണെന്ന് വെച്ചാൽ ഇവരുടെ പേരിൽ ക്രിമിനൽ കേസുകളുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ആൾക്കാരെല്ലാം ഇനിയും ജയിലിലുണ്ട്. അവരുടെ പേരിൽ വലിയ വലിയ ക്രിമിനൽ കേസുകളും ഉണ്ട്. ഇതെല്ലാം കോമൺ ഫാക്ടറാണല്ലോ. ഇവരുടെയൊക്കെ പേരിൽ കേസുണ്ടെങ്കിൽ ആരാണ് 20 വർഷമായിട്ട് ഭരിക്കുന്നത്? അവർക്കെതിരെയും കേസുണ്ടല്ലോ. എന്നാലും അവർ വലിയ വലിയ നേതാക്കന്മാരല്ലേ. സോ അവർക്കെതിരായി നിങ്ങൾ എങ്ങനെ ഇദ്ദേഹത്തെ ഡിപ്രൈവ് ചെയ്യാൻ പറ്റും? ഒരാളെ എങ്ങനെ ഡിപ്രൈവ് ചെയ്യാൻ പറ്റും? പിന്നെ ആരുടെ പേരിൽ എന്ത് കേസാണുള്ളതെന്ന് നമുക്കറിയേണ്ട ആവശ്യമില്ല. ആനന്ദ് മോഹൻജി ഒരു നല്ല നേതാവാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു പേരുണ്ട്. അങ്ങനെയല്ലെങ്കിൽ ലാലു എന്തിനാണ് ഒരിക്കൽ അദ്ദേഹത്തിനൊരു സപ്പോർട്ട് കൊടുത്തത്? നിങ്ങൾക്ക് തീർച്ചയായും അറിയാം, അദ്ദേഹം സമതാ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ സമയത്ത് ആരുടെ പിന്തുണ കൊണ്ടാണ് MP ആയത്? ലാലുവിന്റെ പിന്തുണ കൊണ്ട്. നിതീഷ് സാർ, താങ്കൾ ഈ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കുറ്റവാളി ലാലുവിന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയാണ്, പാസ്വാന്റെ കൂടെ ഇരുന്ന വ്യക്തിയാണ്. താങ്കളുടെ കൂടെ ഇരുന്നാൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നു. ഞാൻ കോമൺ ഫാക്ടറാണെന്നല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിനൊരു ദൗർബല്യം ഉണ്ടായിരിക്കാം. നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ മാസ്റ്റർ ഒന്നുമല്ല. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഇതാണ് സത്യം. ഇതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് എത്ര മാർക്ക് കുറച്ചാലും ശരി, കുഴപ്പമില്ല. രാഷ്ട്രീയത്തിൽ എന്റെ പേരിൽ മാത്രമല്ല, കോംപ്രമൈസസ് ഉണ്ട്. ഞങ്ങൾ വിചാരിച്ച പോലൊരു ഐഡിയൽ സമൂഹം ഇവിടെ ഉണ്ടായില്ല. ഞങ്ങൾ നല്ല നല്ല ലക്ഷ്യങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് പിന്തുണ കിട്ടിയില്ലെങ്കിലോ? അപ്പം നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുമോ? ഞങ്ങൾ എല്ലാവരെയും പതുക്കെ പതുക്കെ ഒരുമിപ്പിച്ച് ഞങ്ങൾക്ക് പിന്തുണ ലഭിച്ചാൽ, അങ്ങനെ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞാൽ, അത് നമ്മൾ വിചാരിച്ച പോലെ നടന്നാൽ, അവരെ ജഡ്ജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണം. സർക്കാർ ബാഹുബലിയുടെ സഹായത്തോടുകൂടി വരുന്നോ അത് അവർക്ക് സഹായം ചെയ്യില്ലേ? രാഷ്ട്രീയത്തിലിരുന്നുകൊണ്ട് നമ്മൾ ആരെയെങ്കിലും സഹായിക്കാനായി ശ്രമിച്ചാൽ, ഒരാൾക്ക് അന്യായമായി ലാഭമുണ്ടാക്കി കൊടുക്കാൻ നോക്കിയാൽ അയാളെ തൂക്കിലേറ്റണമെന്നേ പറയൂ. റെഡ് ഫോർട്ടിനെതിരെ വെച്ച് അവരെ തൂക്കിലേറ്റു, അല്ലെങ്കിൽ പാറ്റ്നയിലെ ഗാന്ധി പാർക്കിന് മുന്നിൽ തൂക്കിലിടൂ. പക്ഷേ എന്തിനാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെയുള്ള ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ ഉള്ള ഗവൺമെന്റാണ്.